44 സൈസിൽ വരുന്ന ചെസ്റ്റ് അളവ് വരുന്ന ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റിലെ ലെങ്ത്താണ് നമ്മൾ നോക്കുന്നത്. 44 സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ണമുള്ളവരായിരിക്കും അല്ലേ. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് പോലെ താഴെ മുകളിലും തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. 15.5 ഇഞ്ച് ടോട്ടൽ ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട്. അതിന് ഇതേപോലെ അങ്ങ് വരച്ചെടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഷോൾഡറാണ്. ഷോൾഡർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ച് ടോട്ടൽ ഷോൾഡർ എടുക്കുന്നുണ്ട് കേട്ടോ. 6.5 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ വരുമ്പം ഒരു 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുക്കുന്നുണ്ട്. ബാക്കി വരുന്നത് ഷോൾഡറാണ്. ഇനി ഇതിൽ അതേപോലെ ഷോൾഡർ എത്ര എടുത്തോ അതേപോലെ തന്നെ ഇത് താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കുക. ഓക്കെ, ഇതേപോലെ എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അത് ചെസ്റ്റ് 11 ഇഞ്ച് നമുക്ക് ഇവിടെ വേണം കേട്ടോ. കറക്റ്റ് 11 ഇഞ്ച് നമുക്ക് വേണം. അത് ജസ്റ്റ് വരച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇടുന്നുണ്ട്. 11 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അതിൽ നിന്ന് തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ചും കൂടെ ഞാൻ കൂടുതൽ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേണ്ടുന്നത് നെക്കാണ്. ബാക്കിൻ്റെ നെക്ക് ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 3 ഇഞ്ച് ഇവിടെ എടുക്കുകയാണ്. 3 ഇഞ്ച് എടുത്ത് അതിനെ ഒരു ബോക്സ് ആക്കിയിട്ട് വൈഡായിട്ട് വേണ്ടുന്നവർക്കാണെങ്കിൽ ഇതിൽ നിന്നൊരു 4 ഇഞ്ച് കൂടെ നമ്മൾ എക്സ്ട്രാ എടുത്ത് ഒരു വൈഡായിട്ട് നമുക്ക് നെക്ക് ചെയ്യാം. ഞാൻ ഈ കട്ട് ചെയ്യുന്നവർക്ക് അത്ര വൈഡ് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കഴുത്തായിട്ട് വെട്ടിയെടുക്കുന്നത്. ഇതേപോലെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കും. ഇനി ആം ഹോളിൻ്റെ ഭാഗമാണ്. 6.5 ഇഞ്ച് അതിൻ്റെ സെൻറ്റർ എടുത്തു. സെൻറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ ഉള്ളിലോട്ടെടുത്തു. എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്യുക. ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക. ബ്ലൗസിൽ നിന്നുള്ള അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ബാക്ക് പോർഷനിൽ ടക്ക് അവർക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ ടക്കിൻ്റെ അളവ് ഇവിടെ പറയുന്നില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകാം. ഇവിടെ നിന്നൊരു 4.5 ഇഞ്ച് ഇല്ലെങ്കിൽ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് താഴോട്ട് എടുക്കാം. ചെസ്റ്റിൻ്റെ നല്ല ബാക്ക് പോർഷനിൽ ടക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊരു 4.5 ഇഞ്ച് നമുക്ക് ഉള്ളിലോട്ടെടുക്കാം. താഴ്ന്നു അതേപോലെ ഒരു 4.5 ഇഞ്ച് മുകളിലോട്ട് എടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വരുമ്പോൾ 4 ഇഞ്ച് അങ്ങോട്ടും 4 ഇഞ്ച് ഇങ്ങോട്ടും വിട്ടിട്ട് നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ അത് ചെയ്യാത്തത് ഇവർക്ക് ബാക്കിൽ ടക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇനി നമുക്ക് വേസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 38 കേട്ടോ. ടോട്ടൽ വേസ്റ്റിൻ്റെ ആ റൗണ്ട് എന്ന് പറയുന്നത് 38. ഇത് ഞാൻ 9.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇത് ആവശ്യമുള്ളതെന്ന് പറയുന്നത് 9.5 ഇഞ്ച്. ഞാനിവിടെ ടക്ക് എടുക്കാത്തത് കൊണ്ടാണ് 9.5 ഇഞ്ച് എന്ന് പറഞ്ഞത്. അതല്ല, ടക്ക് അടിക്കുകയാണെങ്കിൽ ഇവിടെ 4 ഇഞ്ച് നമ്മൾ എടുത്ത് അടിക്കണം. ഇല്ലെങ്കിൽ അര ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അര ഇഞ്ച് എടുക്കും. എന്നാൽ അതിൽ നിന്ന് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മളിവിടെ അടയാളപ്പെടുത്തേണ്ടത് വരും കേട്ടോ. 4 ഇഞ്ചാണെങ്കിൽ അര ഇഞ്ച് അടയാളപ്പെടുത്തുക. അര ഇഞ്ചാണ് ഇവിടെ ടോട്ടൽ 1 ഇഞ്ചാണ് ടക്കിന് വേണ്ടി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ എടുക്കേണ്ടി വരും. ഇവിടെ ഞാൻ ടക്ക് ഇല്ലാത്തതുകൊണ്ട് ആ 9.5 തന്നെ എടുക്കുക. പിന്നെ അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് ഞാൻ മുകളിൽ കൊടുത്തതുപോലെ സീം അലവൻസായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വരും. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അളവുകൾ മാറിപ്പോകാതെ ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇടാം. ഇത് ലൈനിങ് ബ്ലൗസാണ്. അതിൻ്റെ ലൈനിങ് ആണ് ഞാനിത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഫ്രണ്ട് പാർട്ട് എടുക്കും, ബാക്ക് പാർട്ടിനെങ്കിൽ കുറച്ചും കൂടെ വീതിക്ക് തുണി എടുക്കുക കേട്ടോ. ഒരു 2 ഇഞ്ചെങ്കിലും നമുക്ക് എക്സ്ട്രാ വരത്തക്ക ലെവലിൽ വേണം തുണി എടുക്കാൻ. ഇനി ഈ ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കുക. മുകളിൽ വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഭാഗം വരുമ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ ഹൂക്കൊക്കെ നമ്മൾ ഐഹോളൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് കൂടെ വിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇതേപോലെ ഒരു 1/4 ഇഞ്ച് ജസ്റ്റ് ഒന്ന് അധികം ഇട്ട് വേണം ബാക്കിൽ, അതായത് ബാക്ക് പോർഷനിലല്ല, ഫ്രണ്ട് പാർട്ട് വെട്ടാനുള്ള ആ തുണിയിൽ നമുക്ക് ഇതേപോലെ 1/4 ഇഞ്ച് പുറത്തോട്ട് ഇട്ടിട്ട് വേണം നമ്മൾ ബാക്ക് പാർട്ട് വെട്ടിയ തുണി വയ്ക്കാൻ. ഇതേപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ നെക്കിൻ്റെ ഭാഗം, ആം ഹോൾ കർവ്, ഇതെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് വരച്ചെടുക്കാം. ഇതിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഓക്കെ, ഇനി നമുക്കിവിടെ ചെയ്യാനുള്ളത് ബാക്ക് പാർട്ടിനെയും കാര്യം ഞാൻ ഇവിടെ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടാണ് ലെങ്ത് എടുക്കുന്നത്. ഓക്കെ, ഇത് 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇടുന്നുണ്ട്. എക്സ്ട്രാ ഇടുന്നതെന്ന് പറയുന്നത്, അതായത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ടിങ് വരത്തില്ലേ, കട്ടിങ് വരുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് അവിടെ പോകും അല്ലേ. കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴെ 1/2 ഇഞ്ച് പോകും, മുകളിലും 1/2 ഇഞ്ച് പോകും. അതല്ല 4 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇടുന്നെങ്കിൽ അതിൻ്റെ ഈ ബാക്ക് പാർട്ടിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചും കൂടെ നമുക്ക് എക്സ്ട്രാ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇവിടെ ചെയ്യുന്നത്, ഇവിടെയാണ് നെക്ക്, ബാക്കി ഷോൾഡർ. ഇവിടെ ഇതേപോലെ ബാക്കിൻ്റെ കണക്ക് തന്നെ ഇതേപോലെ ഇവിടെ 6.5 ഇഞ്ച് നമ്മൾ ഇതേപോലെ തന്നെ അടയാളപ്പെടുത്തുക. ഉണ്ടോ, ഇതേപോലെ തന്നെ ഒന്ന് അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ട് ഒരു 1/4 ഇഞ്ച് അകത്തോട്ടെടുത്ത് നമുക്ക് ഷേപ്പ് ചെയ്യേണ്ടതുണ്ട്. ബാക്കിൽ ഇവിടെ 1.5 എടുത്തത്, നമ്മളിവിടെ 1 ഇഞ്ച് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ എടുത്ത് നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ഭാഗം കാണിക്കുക. നമുക്ക് നോർമലി വേണ്ടുന്നത് 11 ഇഞ്ചാണ്. ഇവിടെ വേണ്ടത് നമുക്ക് ഇവിടെയാണ് അടയാളപ്പെടുത്തുന്നത് 11 ഇഞ്ചാണ്. ഓക്കെ, ബാക്ക് പാർട്ടിൽ 11 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടിലാകുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഈ 11 ഇഞ്ചിൻ്റെ കൂടെ ഇവിടെ നമുക്കൊരു ഡാർട്ട് വരും അല്ലേ, 4 ഇഞ്ച് പോകുന്നൊരു ഡാർട്ട് ഇവിടെ നമുക്ക് വരും. അതിൻ്റെ 1/2 ഇഞ്ചും കൂടെ നമ്മൾ ഇവിടെ കൂട്ടും. 11.5 ഇഞ്ച് നമുക്ക് എത്രയാണോ ബാക്കിൽ, അതായത് നമ്മുടെ നോർമൽ ചെസ്റ്റ് അളവ്, അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ എടുക്കും. ഇവിടെ 11.5 ഇഞ്ചാണ് വേണ്ടുന്നത് കേട്ടോ. 11.5 ഇഞ്ച് എടുക്കുക. പിന്നൊരു നമ്മൾ നോർമലി ഇടുന്ന 2 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇടുന്നവർ അങ്ങനെയാണെങ്കിൽ 1.5, 2 ഇടുന്നവരാണെങ്കിൽ ഞാനിവിടെ 2 ഇടുകയാണേ. അന്നേരം ഇതാണ് 11.5 ഇഞ്ചാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഈ ആംകോണിൻ്റെ കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഈ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണം കേട്ടോ. ഈ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നെക്ക്. ഞാനിവിടെ 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. 6.5 ഇഞ്ച് താഴോട്ടെടുത്തു, 3 ഇഞ്ച് തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിൽ അത് വെട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി വരുന്നത് ഇതേപോലെ ബസ് പോയിൻ്റാണ്. ഇത് ഞാൻ ആ ബ്ലൗസിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ബ്ലൗസിൽ നിന്ന് എടുത്ത അളവാണ് പറയുന്നത്. പലർക്കും പല അളവായിരിക്കും കേട്ടോ. ഇതൊരു കോമൺ അളവായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റണമെന്നില്ല കേട്ടോ. 10 ഇവിടുത്തെ ബസ് പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഒരു 1/2 ഇഞ്ചും കൂടെ നമ്മൾ താഴ്ത്തി എടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് താഴ്ത്തി എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇവിടുന്ന് ഒരു 4 ഇല്ലെങ്കിൽ 4.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. ഇത്രയാണ് ഇതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെയാണ് പോയിൻ്റ്. ഇവിടുന്ന് ഒരു 4.5 ഇഞ്ച് ഞാൻ ഉള്ളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഡാർട്ടിൻ്റെ അളവെന്ന് പറയുന്നത് ഇവിടെ 3.5 ഇഞ്ചാണേ. 3.5 ഇഞ്ച്. ഇവിടുന്ന്
അതേപോലെ 4.5 എടുത്തേക്കുന്നത്. എന്നിട്ട് 3.5 ഇഞ്ച്. ഈ 3.5 ഇഞ്ച് ഡാർട്ടിൻ്റെ ലെന്ത്, അതായത് ഈ 3.5 ഇഞ്ച് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അരയിഞ്ച് പോകും കേട്ടോ. കട്ടിങ്ങിൽ ഇവിടെ 3 ഇഞ്ചേ വരത്തുള്ളൂ. അരയിഞ്ച് പോകുന്ന വെച്ചാൽ ഇതിൻ്റെ കട്ടിങ്ങിൽ അരയിഞ്ച് നമുക്കിവിടെ കുറഞ്ഞ് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ട്, ഈ പോയിന്റിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ഒരു ഡാർട്ട് കൊടുക്കാം. ഇവിടുത്തെ ഡാർട്ട് 1/4 ഇഞ്ച് വെച്ച് എടുക്കത്തുള്ളൂ കേട്ടോ. 1/4 ഇഞ്ച് വെച്ച് ഇവിടെ ഡാർട്ട് നമ്മൾ എടുക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടുത്തെ ഡാർട്ട് എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നിന്ന് എനിക്കിവിടെ വേണ്ടുന്നത്, ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റുന്നു. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ 1.5 ഇഞ്ച് എടുക്കുന്നു. 1.5 ഇഞ്ച് വീതം എടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് നമ്മൾ യോജിപ്പിക്കുക. ഇതേപോലെ യോജിപ്പിച്ചു. ഇവിടുത്തെ ഡാർട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഈ ലൈൻ പോകുന്നില്ലേ, അതിന് കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ. കറക്റ്റായിട്ട് നിന്നെങ്കിൽ മാത്രമേ ആ ഡാർട്ട് കറക്റ്റ് ആകത്തുള്ളൂ. ഇതിങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് അകലം നമ്മൾ എടുക്കുക. ഇവിടെ വേണം ഡാർട്ട് നിൽക്കാൻ. ഇവിടെയും 1/4 ഇഞ്ചാണ് എടുക്കുന്നത്. അതിനാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്തത് കേട്ടോ. ഇനി ഇവിടെയാണ് ടോട്ടൽ, ഇത് ബാക്ക് പാർട്ടിൻ്റെ ലൈനാണ്. ഇതാണ് നമ്മൾ എക്സ്ട്രാ ക്ലോത്ത് എടുത്തത്, അതായത് 1 ഇഞ്ച് എക്സ്ട്രാ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പാർട്ടിൻ്റെ ലൈൻ. ഇവിടെ നിന്നൊരു 3.5 ഇഞ്ച് ഞാൻ മുകളിലോട്ടെടുത്തു. അതെ, 3.5 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ അതേപോലെ നോക്കി 3 ഇഞ്ച് നമുക്ക് വരും. ഉണ്ടോ? 3 ഇഞ്ച്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ച് തന്നെ എടുക്കുക. ഇവിടെ 3.5, സെൻറ്ററിൽ 3, ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും 3.5. ഉണ്ടോ? ഇവിടെ ഇച്ചിരി കയറി നിൽക്കും കേട്ടോ. ഇതേപോലെ ഹൈറ്റിൽ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കയറി നിൽക്കും. ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഇവിടെ 1.5 പോകുന്നുണ്ട്. ഇവിടുത്തെ ലെങ്ത് എപ്പോഴും എടുക്കുമ്പോൾ ആ 1.5 അതായത് 3 ഇഞ്ചും കൂടെ ഇവിടെ എക്സ്ട്രാ എടുത്ത് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇത് രണ്ടും കൂടെ പിടിച്ച് കഴിയുമ്പോൾ ഇവിടെ തുണി ഇല്ലാതെ വരും കേട്ടോ. അത് ഒരിക്കലും ഇങ്ങനെ വെട്ടുമ്പോൾ അത് മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ 1.5 വെച്ചാണ് എടുത്തിരിക്കുന്നത്. അത് കൂടെ എക്സ്ട്രാ ഇവിടെ ക്ലോത്ത് ഉണ്ടാക്കണം. അതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ആദ്യമേ ഈ മടക്കി ഇടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് എടുക്കുക. മുകളിലോട്ടെടുത്ത് ഒരു ഷേപ്പ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇതേപോലെ ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് പാർട്ട്. ഒന്നുകൂടെ കാണിച്ചേക്കാം. ഇവിടെ എങ്ങനെ ഇവിടുത്തെ ടോട്ടൽ ലെന്ത് നമുക്കിവിടെ എത്ര കിട്ടേണ്ടത്? ഇവിടെ ഒരു 3.5 ഇഞ്ചുണ്ട്. 3.5 ഇഞ്ചും ഇവിടെ നിൽക്കും. പിന്നെ ഈ കിട്ടുന്നത് നമ്മുടെ ഡാർട്ടാണ്. ഇത് ഫുള്ള് നമുക്ക്, ഈ ക്ലോത്ത് ഫുള്ള് നമുക്ക് എടുക്കേണ്ടി വരും കേട്ടോ. ഫുള്ള് എടുത്തെങ്കിൽ മാത്രമേ ഈ ഡാർട്ട് പിടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ തയ്യൽ തുമ്പ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വെട്ടുന്നത് എപ്പോഴും ഇങ്ങനെയായിരിക്കും, ചരിച്ചായിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് ഒരിക്കലും വെട്ടിയെടുക്കുക. സ്ട്രെയിറ്റ് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാക്ക് വെട്ടുന്ന പോലെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഡാർട്ട് പിടിച്ച് കഴിയുമ്പോൾ ഇവിടെ തുണിയില്ലാതെ, അതായത് തയ്യൽ തുമ്പ് ഇല്ലാതെ വരുന്നു. അപ്പോൾ നമുക്ക് ഇതും കട്ട് ചെയ്ത് മാറ്റാം. ലൈനിങ് ഇട്ടതായതുകൊണ്ട് ഇതിൻ്റെ നെക്ക് പിന്നീട് വെട്ടിയിരുന്നു. മെയിൻ ക്ലോത്തിൻ്റെ കൂടെ ഞാൻ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. സ്ലീവൊക്കെ കട്ട് ചെയ്യുന്നത് ഒരുമാതിരി പെട്ട എല്ലാവർക്കും അറിയാം. അതുമല്ല ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ 44 സൈസിലുള്ള ചെസ്റ്റ് അളവ് വരുന്നത് ബ്ലൗസിൻ്റെ ഫ്രണ്ട് ബാക്കും പോർഷൻസ് കട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതിൽ കാണിച്ചത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ആൻസർ ചെയ്യുന്നതായിരിക്കും.